രാഹുൽ ഗാന്ധിയെ ടൈംസ് നൗ എന്ന ഇംഗ്ലീഷ് ചാനൽ കടിച്ചു കുടയുന്ന ഒരു ദൃശ്യം കണ്ടിട്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. കടിച്ചു കുടയുക എന്ന അക്ഷരാർത്ഥത്തിലല്ല, പ്രതീകാത്മകമായിട്ടാണ് പറയുന്നത് എന്ന് നിങ്ങൾക്കറിയാം. അതിൻ്റെ സാഹചര്യം, കോണ്ടെക്സ്റ്റ്, രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്നു. അവിടെ ദുരന്തബാധിതരായ ആളുകളോട് സഹതാപം പ്രകടിപ്പിച്ചു. അവരെ സഹായിക്കാനുള്ള താല്പര്യം കാണിച്ചു. അദ്ദേഹത്തിൻ്റെ കൂടെ സഹോദരിയായ പ്രിയങ്കയും ഉണ്ടായിരുന്നു. അതിനെപ്പറ്റി ഗോദി മീഡിയ കൊടുക്കുന്ന വിവക്ഷ, രാഹുൽ ഗാന്ധി തൻ്റെ ചെരുപ്പിൽ ഇച്ചിരി ചെളി തേച്ച്, വയനാട്ടിൻ്റെ ചെളി തേച്ച് ഡൽഹിയിൽ കൊണ്ടുവന്ന് എല്ലാവരെയും കാണിച്ച് കയ്യടി വാങ്ങിക്കാനാണ് എന്നാണ് ആദ്യത്തെ ആരോപണം അല്ലെങ്കിൽ ആക്ഷേപം. രണ്ടാമത്തെ ആക്ഷേപം പറയുന്നത്, രാഹുൽ ഗാന്ധി അവിടെ വന്നത് അവിടെ ഉണ്ടായിരുന്ന ആളുകൾക്ക് വളരെ വെറുപ്പുണ്ടാക്കി, കോപമുണ്ടാക്കി, അവരദ്ദേഹത്തെ അവിടെ നാട്ടി ഓടിച്ചു എന്നുള്ള ഒരു റിപ്പോർട്ടാണ്. ഇതിനെപ്പറ്റി കൂടുതലായിട്ടൊന്നും പറയേണ്ട ആവശ്യമില്ല. എന്നാലും ഇതിലൊരു പ്രത്യേകമായ പ്രശ്നമടങ്ങിയിട്ടുണ്ട്. ഞാൻ സംഭവങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ എന്ത് സംഭവിച്ചു എന്നതിനേക്കാൾ ഈ സംഭവത്തെ വീക്ഷിക്കുന്നതിലുള്ള, അല്ലെങ്കിൽ ഈ സംഭവത്തെ ആവിഷ്കരിക്കുന്നതിൻ്റെ പിന്നിലുള്ള മനോഭാവം എന്താണ്, അത് നമ്മെ എന്ത് വിളിച്ചറിയിക്കുന്നു എന്നതിലാണ് കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നത് എന്ന് ഇതിനോടകം ഏവർക്കും മനസ്സിലായി കാണുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതേ സമീപനം ഞാൻ ഈ വീഡിയോയിലും തുടരുകയാണ്. ദുരന്തബാധിത പ്രദേശത്ത് വന്ന അവിടെ കണ്ണീരിലായ ജനത്തെ സാന്ത്വനപ്പെടുത്തുന്നത് ഒരു വലിയ കുറ്റമാകുന്നത് എങ്ങനെയാണ്? ഇത് ന്യായമായി നാം ചോദിക്കേണ്ടതല്ലേ? ഇവിടെ ഇതിൻ്റെ പല വശങ്ങളുണ്ടെങ്കിലും ഈ വീഡിയോയിൽ പ്രധാനമായിട്ടും ഒരേ ഒരു വശമാണ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. അതായത്, ആ ചാനലിലെ ഇത് അവതരിപ്പിച്ച ആങ്കറിന് വേണ്ട വിഭവങ്ങൾ എത്തിച്ചു കൊടുത്ത റിപ്പോർട്ടറും, സ്വന്തം ലേഖകൻ എന്നൊക്കെ പറയില്ലേ, അവിടെ കാഴ്ചപ്പാടിൽ രാഹുൽ ഗാന്ധിക്ക് മറ്റുള്ള രാഷ്ട്രീയ നേതാക്കന്മാരിൽ നിന്ന് വ്യത്യസ്തമായി പ്രവർത്തിക്കേണ്ട ആവശ്യമെന്താണ്, അതിനുള്ള അവകാശം എന്താണ്? ദുരന്തബാധിത പ്രദേശങ്ങളിലാകട്ടെ, അപകടം കൊണ്ട് ജനം കഷ്ടപ്പെടുന്ന സ്ഥലങ്ങളിലാകട്ടെ, മറ്റേതെങ്കിലും വിധത്തിൽ ജനം ദുരിതം അനുഭവിക്കുന്ന ഇടങ്ങളിലാകട്ടെ, മണിപ്പൂർ പോലെയുള്ള സംഘർഷം നിറഞ്ഞു നിൽക്കുന്ന അവസരങ്ങളിൽ ജനം നട്ടം തിരിയുന്ന സ്ഥലങ്ങളിലാകട്ടെ, ഇവിടെയൊന്നും ആരാധ്യനായ പ്രൈം മിനിസ്റ്റർ പോകാറില്ല, തിരിഞ്ഞു നോക്കാറില്ല. വിഷമിക്കുന്ന, ഭയത്തിൽ ആണ്ടുപോയി നാളെ എന്ത് എന്നറിയാതെ വിറങ്ങലിച്ച് നിൽക്കുന്ന ആളുകളോട് ഒരു സ്നേഹമിശ്രണമായ അല്ലെങ്കിൽ അനുകമ്പ രുചിയുള്ള ഒരു വാക്ക് പറയാൻ അദ്ദേഹത്തിന് സമയമില്ല, അതിൻ്റെ ആവശ്യവുമില്ല. ജനം അവർക്ക് വരുന്ന അപകടവും വേദനയും ദുരിതവും സഹിക്കണം, അത് അവരുടെ കടമയാണ്. അവർക്കങ്ങനെ വന്നെങ്കിൽ അവിടെ വിധിയാണ്, അങ്ങനെ മറ്റാരും അതിൻ്റെ ഭാരം ഏറ്റെടുക്കേണ്ട ചുമതലയില്ല എന്ന പൊതുവായ ധാരണയിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായി, അങ്ങനെ വിശ്വസിക്കുന്നവരെ മനഃപൂർവ്വം പ്രകോപിപ്പിക്കാനെന്ന് തോന്നിക്കാവുന്ന വിധത്തിൽ, അങ്ങനെ ആകണമെന്നല്ല ഞാനീ പറയുന്നത്, അങ്ങനെ തോന്നിക്കാവുന്ന വിധത്തിൽ അദ്ദേഹം എന്തിനാണ് അവിടെ പോകുന്നു, ഇവിടെ പോകുന്നു, ഹാത്രാസിൽ ആൾദൈവത്തിൻ്റെ ഗുണം കൊണ്ട് 121 പേര് ചാകുമ്പോൾ അവിടെ പോകുന്നു, വയനാട്ടിൽ പ്രകൃതി ദുരന്തം വരുമ്പോൾ ഇവിടെ വരുന്നു, പാവപ്പെട്ട ആളുകളെ കണ്ടാൽ അവരുമായി സംസാരിക്കുന്നു, അവിടെ പ്രശ്നങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുന്നു, തൊഴിലാളികളുടെ കൂടെ ചേർന്ന് അവർ ചെയ്യുന്ന തൊഴിലെന്താണെന്ന് അവരുടെ കൂടെ അധ്വാനിച്ചത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു, കുട്ടികളോട് സംസാരിക്കുന്നു, അവരുടെ സ്വപ്നങ്ങൾ എന്താണെന്ന് അദ്ദേഹം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു, പ്രായമുള്ളവരെ ആശ്ലേഷിക്കുന്നു,
പട്ടിണി ഉള്ള ആളുകളെ വിലമതിക്കുന്നു. ഇങ്ങനെ ഒരു രാഷ്ട്രീയക്കാരനും ചെയ്യുവാൻ കൂട്ടാക്കാത്ത ഈ അനുകമ്പ തുളുമ്പുന്ന വികൃതികൾ ഇയാളെന്തിനാണ് ചെയ്യുന്നത്? അങ്ങനെ ചെയ്യാൻ എന്താണ് അവകാശം എന്നതാണ് ഇതിൽ അടങ്ങിയിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ആ ഒരു വിഷയത്തെപ്പറ്റി എൻ്റെ മനസ്സിൽ പൊന്തി വരുന്ന ചില ചിന്തകൾ നിങ്ങളുടെ പരിഗണനയ്ക്ക് ഞാൻ സമർപ്പിക്കുകയാണ്. നാം മനസ്സിലാക്കേണ്ട ഒരു വലിയ പ്രശ്നം ഇവിടെ അടങ്ങിയിട്ടുണ്ട്. അതായത് ഭാരതത്തിലെ 140 കോടിയിൽ പരം വരുന്ന ഈ വലിയ ജനത, ഒരേ ഒരു വ്യക്തി അല്ലെങ്കിൽ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ എപ്രകാരം ചിന്തിക്കുന്നു, എപ്രകാരം പ്രവർത്തിക്കുന്നു, ഒരു നിലപാടെടുക്കുന്നു, എങ്ങനെ കാണുന്നു, എങ്ങനെ പോകുന്നു, എങ്ങനെ നടക്കുന്നു, അതുപോലെ മാത്രമേ ആകാവൂ. മറ്റാർക്കും ഞങ്ങൾ വരയ്ക്കുന്ന വരയിൽ നിന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറുവാൻ അവകാശമില്ല. ഞങ്ങൾ കാണിക്കുന്ന മാതൃക അനുസരിച്ച് പ്രവർത്തിക്കുകയല്ലാതെ അതിൽ നിന്ന് വ്യത്യസ്തമായി വലിയ കരുണയോ അനുകമ്പയോ ഒന്നും കാണിക്കേണ്ട കാര്യമൊന്നുമില്ല, അതിൻ്റെ ഒന്നും ആവശ്യം ഇല്ല എന്ന ഒരു നിർബന്ധം. ആ നിർബന്ധത്തിൻ്റെ പുറകിൽ വർദ്ധിക്കുന്ന മർമ്മം എന്താണെന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. പലപ്പോഴും നാം ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണുകയല്ലാതെ അതെങ്ങനെ ഉടലെടുത്തു, അതിൻ്റെ പുറകിൽ വർദ്ധിക്കുന്ന മർമ്മം എന്താണ്, ഇത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല. അതുകൊണ്ട് സംഭവങ്ങളുടെ ആഴത്തിലേക്ക് കടന്നു പോകുവാൻ നമുക്ക് കഴിയാതെ പോകുന്നു. അതൊരു വലിയ നഷ്ടം തന്നെയാണ്. അതും ഈ കാലഘട്ടത്തിൻ്റെ ഒരു ശാപമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് എന്തുകൊണ്ടാണ് ഈ ഒരു നിർബന്ധം, അതായത് ഇപ്പോൾ രാജ്യത്തിൻ്റെ ആരാധ്യനായ പ്രൈം മിനിസ്റ്റർ അദ്ദേഹം ചെയ്യുന്നത് പോലെ മാത്രം മറ്റുള്ള രാഷ്ട്രീയ നേതാക്കന്മാർ ചെയ്താൽ മതി, ലീഡർ ഓഫ് ദി ഓപ്പോസിഷനായ രാഹുൽ ഗാന്ധി ശ്രീ നരേന്ദ്രമോദി ചെയ്യുന്നതിനപ്പുറത്ത് കയറി ചവിട്ടുകയൊന്നും വേണ്ട എന്ന ഒരു നിർബന്ധം, അതിൻ്റെ അർത്ഥം എന്താണ്, അതിൻ്റെ മർമ്മം എന്താണ്? അതിൻ്റെ മർമ്മം ഇപ്രകാരമാണ്, അത് വ്യക്തമായി നാം ധരിച്ചിരിക്കണം. ഇപ്പോൾ നിലവിലിരിക്കുന്ന സംസ്കാരം എല്ലാറ്റിനെയും ഒരേ അച്ചിൽ വാർത്തതുപോലെ ആക്കി തീർക്കാനുള്ള പ്രവണത വളരെ ശക്തമായി പ്രയോഗിക്കുന്ന ഒരവസ്ഥയാണ്. അതിന് ഇംഗ്ലീഷിൽ ഒറ്റ വാക്കിൽ ഹോമോജനൈസേഷൻ എന്ന് പറയും. ഹോമോജനൈസേഷൻ, എല്ലാവരും ഒരുപോലെ മാത്രം പ്രവർത്തിക്കും. ആ ഒരുപോലെ മാത്രം പ്രവർത്തിക്കേണ്ടത് എപ്രകാരമാണ് എന്ന് തീരുമാനിക്കാൻ ആളുകളുണ്ട്. അവർ കാട്ടിത്തരുന്നത് പോലെ നിങ്ങൾ പ്രവർത്തിച്ചാൽ മതി, അതിനപ്പുറത്ത് പോയി വലിയ അഭ്യാസമൊന്നും കാണിക്കേണ്ട എന്ന ഒരു നിർബന്ധമാണ് ഇവിടെയുള്ളത്. ഇവിടെ നാം കുറച്ച് വസ്തുനിഷ്ഠമായി ചിന്തിക്കുമ്പോൾ ഇത് വലിയൊരു സാംസ്കാരിക പ്രശ്നമാണ്. ആധുനിക സംസ്കാരത്തിൻ്റെ തന്നെ അടിസ്ഥാന സ്വഭാവം ഇതാണ്. നാം ഭാരതീയ സംസ്കാരം എന്നൊക്കെ പറയുമെങ്കിൽ ഇപ്പം ഹിന്ദുത്വ അല്ലെങ്കിൽ BJP ഒക്കെ ആർഷഭാരത സംസ്കാരത്തെ വാനോളം പുകഴ്ത്തി അതിൻ്റെ നന്മ ലോകത്തിന് കാണിച്ചു കൊടുക്കാനാണ് ഞങ്ങൾ നിൽക്കുന്നത്, ഞങ്ങൾ വിശ്വഗുരുവാണെന്നൊക്കെ പറയുമ്പോൾ വാസ്തവത്തിൽ ഓരോ അടി വെക്കുമ്പോഴും ഓരോ നിലപാടെടുക്കുമ്പോഴും അത് ആർഷഭാരത സംസ്കാരമല്ല, പാശ്ചാത്യ സംസ്കാരം, ആധുനിക സംസ്കാരം മാത്രമാണ് പ്രയോഗത്തിൽ കൊണ്ടുവരുന്നത് എന്ന യാഥാർത്ഥ്യം ഭാരതത്തിൽ ബഹുഭൂരിപക്ഷം ഹിന്ദുക്കളും മനസ്സിലാക്കുന്നില്ല. മറ്റാരും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ആരും ഇത് മനസ്സിലാക്കുന്നില്ല, രാഷ്ട്രീയക്കാരും മനസ്സിലാക്കുന്നില്ല, ആരും ഇത് പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല, അതുകൊണ്ടാണ് ഈ പറയുന്നത്. അപ്പം അതുകൊണ്ട് അവഗണിക്കപ്പെട്ട് കിടക്കുന്ന ഈ ഒരു യാഥാർത്ഥ്യത്തെ അല്പം ഒന്ന് പരിചയപ്പെടുവാൻ ആവശ്യമുള്ളത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ വി ആർ നൗ എൻസർക്കിൾഡ് ബൈ എ കൾച്ചർ ഓഫ് ഹോമോജനൈസേഷൻ. അതുകൊണ്ടാണ് ഒരു ഭാഷ, ഒരു നേതാവ്, ഒരു ചിന്താഗതി, ഒരു അഭിരുചി, ഒരു GST അത് നഷ്ടമായതുകൊണ്ട് അത് നടപ്പാക്കിയത് ബാക്കിയെല്ലാം നടപ്പാക്കും. അങ്ങനെയാണ് ഒരു എന്ന് പറയുന്നു. അപ്പം അങ്ങനെ വരുമ്പോൾ മനുഷ്യൻ്റെ ദുരവസ്ഥയോട് പ്രതികരിക്കാൻ ഒരേ ഒരു മാനദണ്ഡം, ആ മാനദണ്ഡം ആര് നിശ്ചയിക്കും? ഞങ്ങൾ നിശ്ചയിക്കും. ആ മാനദണ്ഡം എന്താണ്? നിനക്ക് അബദ്ധം പറ്റിയെങ്കിൽ നീ സഹിച്ചു,
എന്നാൽ നീ സഹിച്ചു. അല്ലാതെ ഞാൻ വന്ന് നിൻ്റെ മുറിവ് കെട്ടുവന്നോ നിൻ്റെ കണ്ണീർ തുടയ്ക്കുമെന്നൊന്നും പ്രതീക്ഷിക്കേണ്ട. എനിക്കതിന് സമയമില്ല. എനിക്ക് വേറെ വലിയ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നീ ദുരന്തത്തിൽപ്പെട്ടുവോ നിൻ്റെ വിധിയാണ്. നീ ഈ ജന്മത്തിൽ ചെയ്ത പാപം കൊണ്ടോ മുജ്ജന്മ പാപം കൊണ്ടോ വരുത്തി വെച്ചതാണ്, നന്നേ സഹിച്ചു എന്നല്ലാതെ നിൻ്റെ ഈ ദുരവസ്ഥയിൽ വന്ന് കൈയിടാനൊന്നും എന്നെ നോക്കണ്ട എന്ന ആ ഒരു നിലപാട്, അത് മാത്രം അനുവർത്തിച്ച് മുൻപോട്ട് പോയാൽ മതി. അപ്പോൾ ഇത് എല്ലാവരും ഇതേ ഒരു കാഴ്ചപ്പാട് മാത്രമേ ആകാവൂ. അല്ല, ഇതിൽ നിന്ന് വ്യത്യസ്തമായൊരു സമീപനം. അവിടെയാണ് രാഹുൽ ഗാന്ധി ചെയ്യുന്ന ഏറ്റവും വലിയ അപരാധമായി ചിത്രീകരിക്കപ്പെടുന്ന ഇങ്ങനെയുള്ള ആളുകളോട് സഹതാപം കാണിക്കുക, അവരോട് കൂടെ ആയിരിക്കുക, അവരുടെ അവസ്ഥയിലേക്ക് കടന്നു ചെന്ന് അവർക്ക് ഏതെങ്കിലും വിധത്തിൽ ആശ്വാസം പകരാൻ ഒക്കുമോ എന്ന് അന്വേഷിക്കുക. ഇതൊരു വലിയ കുറ്റമാണ് എന്ന് തോന്നാനുള്ള ന്യായമാണ് ഞാനീ പറയുന്നത്. ഇപ്പോൾ ഒരു ചാനൽ ഇപ്രകാരം പ്രതിപാദിച്ചു എന്നതൊരു ഒറ്റപ്പെട്ട സംഭവമായി നാം കാണരുത്. അത് ഒരു വലിയ പ്രതിഭാസത്തിൻ്റെ ഒരു ചെറിയ പ്രകടനമാണ്. ആ പ്രതിഭാസത്തെയാണ് നാം മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ടത്. ആ ശ്രമമാണ് നാം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സംസ്കാരം, ഈ ഒരു നിർബന്ധം, അതായത് എല്ലാവരും ഒരുപോലെ പ്രവർത്തിക്കണം, എല്ലാവരും ഒരേ കാഴ്ചപ്പാട്, എല്ലാവരും ഒരേ വിധത്തിൽ സാഹചര്യങ്ങളെ മനസ്സിലാക്കണം, എല്ലാവരും ഒരുപോലെ പ്രതികരിക്കണം, എല്ലാവരും ഒരു നേതാവിൻ്റെ കീഴിൽ അണിനിരക്കണം. അതുകൊണ്ടാണ് കോൺഗ്രസ് മുക്ത ഭാരത് എന്നും കഴിയുമെങ്കിൽ ഓപ്പോസിഷൻ മുക്ത ഭാരത് എന്നൊക്കെ പറയുന്നത്. ഒന്ന് രണ്ടിനും ഇവിടെ സ്ഥാനമില്ല. എന്നാൽ നാം പ്രകൃതിയിലും ജീവിതത്തിൻ്റെ ഓരോ അംശങ്ങളിലും നോക്കുമ്പോൾ വൈവിധ്യങ്ങളും വൈരുദ്ധ്യങ്ങളും കൊണ്ടാണ് ഈ ലോകവും മനുഷ്യ ജീവിതവും മനുഷ്യ വ്യക്തിത്വവും ചരിത്രവും എല്ലാം നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ കൈവെള്ളം നോക്കിയാൽ നമുക്കറിയാം, ഓരോ വിരലിലും ഉള്ള അടയാളം. 800 കോടി ജനമുണ്ടെങ്കിൽ 800 കോടിയും വ്യത്യസ്തമാണ്. ഞാൻ കൈയെപ്പറ്റി ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കുകയാണ്. ഈ കയ്യിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാകുന്ന അത്ഭുതകരമായ അറിവുകൾ. ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി അല്പം പരിചയമുള്ളത് നല്ലതാണ്. അപ്പോൾ ഈ പറയുന്ന ഒന്ന് മാത്രമേ ആകാവൂ എന്ന് പറയുന്ന ആളുകളുടെ കയ്യിലോട്ട് നോക്കിയാൽ അവർക്ക് നാണം വരണം. കാരണം ഓരോ വ്യക്തിയുടെയും വിരലടയാളം പ്രത്യേകതയുള്ളതാണ്, വേറിട്ടുള്ളതാണ്, ഒന്ന് മറ്റതിനോട് നിരക്കാത്തതാണ്, ഒന്ന് മറ്റേതിൽ നിന്ന് വ്യത്യാസമുള്ളതാണ്. ഒന്നാകില്ല. ഇത് 145 കോടി വ്യത്യസ്തമായ വിരലടയാളങ്ങളാണ്. അതിൻ്റെ മധ്യത്തിൽ നിന്നുകൊണ്ടാണ് പറയുന്നത് ഒരു വിരലടയാളമേ പാടുള്ളൂ, ഒന്നേ പാടുള്ളൂ. ഇത് മുഴുത്ത ഭ്രാന്താണ്. ഇതുകൊണ്ട് ഒരു ജനതയ്ക്കും ഒരു രാഷ്ട്രത്തിനും ഭീകരമായ പ്രശ്നങ്ങളുണ്ടാകും. അതിനല്പം സമയമെടുക്കുമെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ BJP-യിൽ തന്നെ, ഉത്തർപ്രദേശിലെ BJP-യിൽ തന്നെ വലിയ പ്രശ്നങ്ങൾ ആന്തരികമായി ഉണ്ടാകുന്നതിൻ്റെ കാര്യം ആ പ്രശ്നങ്ങൾ ഉണ്ടാകുക അനിവാര്യമാണ്. കാരണം ഈ ഒരു കാഴ്ചപ്പാടിൽ മുൻപോട്ട് പോകുമ്പോൾ ഒരാൾ മറ്റൊരാളിൽ നിന്ന് ഏതെങ്കിലും വിധത്തിൽ ഒന്ന് വ്യത്യാസം കാണിച്ചാൽ, വ്യതിചലിച്ചാൽ അവിടെ യുദ്ധമുണ്ടാകും, കലാപം ഉണ്ടാകും. ഉടനെ എന്നിൽ നിന്ന് വ്യത്യസ്തമായവനെ ഉന്മൂലനാശം ചെയ്യാൻ ശ്രമിക്കും. അതുകൊണ്ട് ആ പ്രശ്നം അവസാനിപ്പിക്കാൻ പ്രയാസമാണ്. UP-യിൽ അത് ആരംഭിച്ചു കഴിഞ്ഞു, അത് മറ്റുള്ള സംസ്ഥാനങ്ങളും ആരംഭിക്കും. അങ്ങനെ സംഭവിക്കുക അനിവാര്യമാണ്. അപ്പോൾ ഈ ഒരു പ്രശ്നം മനസ്സിലാക്കാൻ, ആധുനിക സംസ്കാരത്തിൻ്റെ സ്വഭാവം വ്യത്യസ്തതയെ വെറുക്കുകയും വൈരുദ്ധ്യാത്മകതയെ നശിപ്പിക്കുകയും ചെയ്ത് എല്ലാം ഒരുപോലെയാക്കുക. അതിൻ്റെ ഒരു പരിണിത ഫലമാണ് ആഗോളതലത്തിൽ വാസ്തവത്തിൽ വ്യക്തിത്വത്തിൽ തലയെടുപ്പുള്ള ആളുകളെ നാം അന്വേഷിച്ച് നടന്നാൽ ആരും ഉണ്ടാവില്ല. പിന്നെ വെറും പാതാണികളായ ആളുകളെ ഇങ്ങനെ ഊതി വേർപ്പിച്ച് അതുകൊണ്ട് വലിയ നേതാവാണെന്നൊക്കെ പറഞ്ഞ് അവതരിപ്പിക്കുന്നു എന്നല്ലാതെ മനുഷ്യത്വത്തിൻ്റെ അളവുകോല് കൊണ്ടവരെയൊക്കെ അളന്നാൽ വെറും പാപ്പരത്വത്തിൻ്റെ പരിണിത ഫലമേ നമുക്ക് കാണാൻ സാധ്യമാണ്. അതുകൊണ്ടാണ് വലിയ വലിയ ആളുകൾ കാര്യങ്ങളോട് അടുക്കുമ്പോൾ തികച്ചും പ്രാകൃതമായി പീറത്തരം കാണിക്കുന്ന പോലെ സംസാരിക്കുകയും ഇടപെടുകയും ചെയ്തത്. അത് പോട്ടെ, ഞാൻ കൂടുതലായിട്ട് വിശദീകരിക്കുന്നില്ല. അപ്പോൾ ഇതിൻ്റെ പുറകിൽ വർത്തിക്കുന്ന 2-3 ഘടകങ്ങൾ നാം അല്പം ഒന്ന് പരിചയപ്പെടണം. ആധുനിക സംസ്കാരത്തിൽ എന്തുകൊണ്ടാണ് വ്യക്തികളുടെ പ്രത്യേകതകൾ കഴിയുമെങ്കിൽ തുടച്ചു നീക്കി എല്ലാവരും ഒരേ അച്ചിൽ നിന്നിറങ്ങിയതുപോലെ ഡ്രോൺസ്
നമുക്ക് വാസ്തവത്തിൽ മനുഷ്യരല്ല, നമ്മൾ ഹ്യൂമൻ ഡ്രോൺസാണ്. ചില ക്രിയകൾ ചെയ്യുന്നു, അത് നമ്മൾ ചെയ്യുന്നതല്ല, നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്നതാണ്. നമ്മുടെ കാഴ്ചപ്പാടോ നമ്മുടെ വ്യക്തിത്വമോ നമ്മുടെ മൂല്യങ്ങളോ ആദർശങ്ങളോ അനുസരിച്ച്, മതപരമായ വിശ്വാസം പോലും അനുസരിച്ച് ഒരു കാര്യവും ചെയ്യാൻ ഒന്നിൽ നമുക്ക് സ്വാതന്ത്ര്യമില്ല, അല്ലെങ്കിൽ നമുക്ക് അവകാശമില്ല. എല്ലാവരും ഒരുപോലെ പ്രവർത്തിക്കണം. ഇതൊരു വലിയ അപകടമാണ് എന്ന് എന്തുകൊണ്ടോ ആരും തിരിച്ചറിയുന്നില്ല, തിരിച്ചറിയുന്നെങ്കിൽ പ്രതിപാദിക്കുന്നില്ല. ഇതിന് 3 പ്രധാനപ്പെട്ട കാരണങ്ങളാണ് എൻ്റെ മനസ്സിൽ തെളിഞ്ഞു വരുന്നത്. ഒന്ന്, വിദ്യാഭ്യാസം. നിങ്ങൾ വിദ്യാഭ്യാസത്തിൽ പങ്കെടുക്കുന്ന, ഞാൻ 43 വർഷം വിദ്യാഭ്യാസ മേഖലയിലായിരുന്നു, നിങ്ങൾക്കറിയാം. ഈ കാലം അത്രയും വിദ്യാഭ്യാസത്തെപ്പറ്റി കടുത്ത അതൃപ്തിയാണ് എനിക്കുണ്ടായിരുന്നത്. എന്നാൽ ഞാൻ പ്രിൻസിപ്പലായ ശേഷം നിലവിലിരിക്കുന്ന വ്യവസ്ഥിതി അനുവദിക്കത്തില്ല എങ്കിൽ പോലും വിദ്യാഭ്യാസത്തിൽ, സെൻറ്റ് സ്റ്റീഫൻസിൽ നടക്കുന്ന വിദ്യാഭ്യാസത്തിൽ ഗണ്യമായ പരിവർത്തനം വരുത്തുവാൻ ഞാൻ സാഹസികമായി തന്നെ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് ആ കാലത്തെ പരിചയമുള്ള ഓർമ്മയുള്ള ആളുകൾ ഒന്നോടെ സമ്മതിക്കും എന്നതിന് എനിക്ക് യാതൊരു ആശങ്കയുമില്ല. അപ്പോൾ ആശ്രയ വിദ്യാഭ്യാസം കൊണ്ട് എല്ലാവരും ഒരേ അച്ചിൽ നിന്ന് വാർത്തതുപോലെയാണ് ഇറങ്ങി വരുന്നത്. ഒന്നാമത്തെ, ആരെയും സ്വന്തമായി ചിന്തിക്കാൻ പരിശീലിപ്പിക്കില്ല. എല്ലാവരും ഒരേ ആശയം, ഒരേ പാഠം, ഒരേ ചിന്താഗതി ആയിരിക്കും. ഒരു ഉദാഹരണം പറയുമ്പോൾ കുറച്ചുകൂടെ മനസ്സിലാകും. എനിക്ക് 2 മക്കളാണ്. അവർ സ്കൂളിലായിരിക്കുമ്പോൾ സ്കൂൾ ടീച്ചർ, എൻ്റെ മൂത്ത മകളുടെ ക്ലാസ് ടീച്ചർ ഒരു എഴുത്തയച്ചു വിട്ടു, നാളെ തന്നെ എന്നെ വന്ന് കാണണം. തൻ്റെ മകളെ കൊണ്ട് ഞാൻ പൊറുതി മുട്ടി, അവർ ശല്യമാണ് ക്ലാസ്സിൽ. ഞാൻ വളരെ പ്രയാസപ്പെട്ടു. കാരണം അങ്ങനെയല്ല ഞാൻ മക്കളെ വളർത്തിയിട്ടുള്ളത്. ഞാൻ ആ ഭയത്തോടും ഉറയിലോടും കൂടെ ചെന്നു. അതപ്പോൾ എന്നോട് പറഞ്ഞു, തൻ്റെ മോളെ കൊണ്ട് വഹിക്കാമോ? ഞാൻ ചോദിച്ചു, എന്താണ്? അവൾ ചോദ്യം ചോദിക്കുന്നു. ക്ലാസ്സിൽ കുട്ടികളെ പരീക്ഷയ്ക്ക് എഴുതാനുള്ളത് മാത്രം ഞങ്ങൾ പഠിപ്പിക്കും, പക്ഷേ അതിനപ്പുറത്തോട്ട് കയറി ചോദ്യം ചോദിക്കും. അത് ക്ലാസ്സിനെ വല്ലാതെ അലങ്കോലപ്പെടുത്തുന്നു. ഞാൻ 2 കൈയും കൂപ്പി മാപ്പപേക്ഷിച്ചിട്ട് പറഞ്ഞു, അവൾ ഒരിക്കലും ഇനി ശല്യം ചെയ്യാതെ ഞാൻ നോക്കിക്കോളാം. ഞാനന്ന് മകൾ വീട്ടിൽ വന്നപ്പോൾ ഞാൻ ഗുണദോഷിച്ചു, ദയവ് ചെയ്ത് ക്ലാസ് ഇങ്ങനെ അലട്ടരുത്, ചോദ്യം എന്നോടങ്ങ് ചോദിച്ചു. അപ്പോൾ പ്രശ്നമില്ലല്ലോ. അങ്ങനെ അതങ്ങ് ഒതുങ്ങി. അതിനുശേഷം ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോൾ 2ാമത്തെ മകൾ ക്ലാസ്സിലെ പരീക്ഷ കഴിഞ്ഞ് അല്പം സങ്കടത്തോടെ വീട്ടിൽ വന്നു. അപ്പോൾ ചോദിച്ചു, എന്ത് പറ്റി? എൻ്റെ ഒരു ഉത്തരം തെറ്റിപ്പോയി. അതെന്താണ് ഉത്തരം? മാരുതി ഫാക്ടറി ഉണ്ടാക്കുന്നത് എന്താണ്? ഇതാണ് ചോദ്യം. അപ്പോൾ അന്ന് ഞങ്ങൾക്കൊരു മാരുതി വാനാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അവൾ എഴുതി വെച്ചു മാരുതി വാൻ എന്ന് എഴുതി വെച്ചു. അത് ടീച്ചർ വെട്ടി. അവിടെ പറഞ്ഞു, അത് തെറ്റാണ് ഉത്തരം. എഴുതേണ്ട ഉത്തരം എന്താണ്? കാറ്. മാരുതി ഫാക്ടറിയിൽ വാൻ ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞാൽ തെറ്റാണ്. കാറുണ്ടാക്കി എന്ന് പറഞ്ഞാൽ ശരിയാണ്. ഇങ്ങനെയാണ് വിദ്യാഭ്യാസം പോകുന്നത്. ഇത് ഞാൻ ഒട്ടും അതിശയോക്തി സംഭവിച്ച കാര്യം. ഇങ്ങനെയാണ് ഒട്ടുമുക്കാലും സംഭവിക്കുന്നത്. ഓരോ ഉത്തരങ്ങൾ, ഇപ്പോൾ പരീക്ഷയ്ക്കൊക്കെ ഉത്തരം എഴുതി നോക്കുമ്പോൾ, ഞാൻ ഒരു കാലത്ത് എക്സാമിനേഷൻ പേപ്പേഴ്സ് ഇവാലുവേറ്റ് ചെയ്യണമായിരുന്നു. അയ്യോ, എന്തോ ഒരു കഷ്ടമാണെന്നറിയാമോ, എന്ത് ടോർച്ചറെന്നറിയാം. കാരണം ഒരേ ഉത്തരം അപ്പോൾ 100-150 പരീക്ഷക്കടലാസ് ഇവാലുവേറ്റ് ചെയ്യണം. ഒരേ ആശയം, ഒരേ ഉത്തരം, ഒരേ ആശയം, ഒരേ ലിസ്റ്റ്, സീക്വൻസ് ഓഫ് പോയിൻറ്റ്സ്. അത് വായിച്ച് തല കറങ്ങിപ്പോവും, തല പെരുത്തുപോവും. അങ്ങനെ ഇരിക്കുമ്പോൾ ആരെങ്കിലും സ്വന്തമായി ചിന്തിച്ച ഒരു വാക്ക് കണ്ടാൽ നമുക്ക് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടും തോന്നും. ഈ ഒരു അനുഭവം കൊണ്ടാണ് ഞാൻ പ്രധാനമായത് ചിന്തിക്കുന്നതെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇത് വിദ്യാഭ്യാസം കൊണ്ട് നമ്മൾ നേടിയെടുക്കുന്ന ഒരു കാര്യം, ജനങ്ങളെ ചിന്തിക്കാൻ അവർക്ക് എന്തെങ്കിലും താല്പര്യമോ കഴിവോ ഉണ്ടെങ്കിൽ അത് മുളയിലെ കളഞ്ഞ് എല്ലാവരെയും ഒരേ വിധത്തിൽ ചിന്തിക്കുവാൻ, ഒരേ വിധത്തിൽ സംസാരിക്കുവാൻ, ഒരേ ലക്ഷ്യത്തിലേക്ക് ഓടുവാൻ, വ്യക്തിത്വത്തിൻ്റെ പ്രത്യേകതകൾ ചവിട്ടി മെതിച്ച് ഇല്ലാതാക്കുവാൻ ഉള്ള പരിശീലനമാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതൊന്ന്. 2ാമത്, നമ്മുടെ ഇപ്പോഴത്തെ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി.
അപ്പം നമ്മളൊരു ദിവസം, ഞാൻ പോലും ഇപ്പോൾ അപകടത്തിൻ്റെ മധ്യത്തിലാണ് നിൽക്കുന്നത്, നമുക്ക് ചിന്തിക്കുകയോ അന്വേഷിക്കുകയോ ഒന്നും വേണ്ട, 1000 വീഡിയോസ് കിട്ടും. ഞാനും ആ ഒരു വലിയ അപരാധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾക്കറിയാം. അപ്പോൾ ഈ വീഡിയോസ് വരുമ്പോൾ നമ്മളത് കണ്ട് വിമർശനാത്മകമായിട്ടല്ല നമ്മൾ കാണുന്നത്, അതതിനെ ആസ്വദിച്ചാണ് കാണുന്നത്. അപ്പോൾ അതിന് തക്കതായ വിധത്തിലാണ് ഇത് ഉണ്ടാക്കി വിടുന്നത്. കേൾക്കുന്ന ആളുകൾക്ക് കേട്ടാൽ സുഖിക്കത്തക്കവണ്ണമുള്ള കാര്യങ്ങൾ മാത്രമേ ഉൾപ്പെടുത്താവൂ. ആരെയും കൂടുതൽ തലപുകഞ്ഞ് ചിന്തിക്കാൻ പ്രേരിപ്പിക്കരുത്. ഇങ്ങനെയുള്ള നിർബന്ധം കൊണ്ടാണ്. ഞാൻ ഇതിന് മുമ്പ് സൂചിപ്പിച്ചതുപോലെ മനഃപൂർവ്വമായിട്ടാണ് ഞാൻ ഈ ടെമ്പിൾ ഓഫ് തോട്ട്സ് എന്ന യൂട്യൂബ് ചാനലിൽ ഇടുന്ന വീഡിയോകൾ സാമൂഹ്യ മാധ്യമങ്ങളിലിടാൻ എപ്രകാരം വീഡിയോ ഉണ്ടാക്കണമെന്ന് നിലവിലിരിക്കുന്ന സങ്കല്പങ്ങളെ എല്ലാം ഉപേക്ഷിച്ച് എല്ലാറ്റിൽ നിന്നും വ്യത്യസ്തമായി ഞാൻ വീഡിയോ ചെയ്യുന്നതിൻ്റെ കാര്യം, ഈ പൊതുവായ മർമ്മങ്ങളുടെ അടിമത്വത്തിൽ നിന്ന്, പൊതുവായ ഫാഷൻ്റെ അല്ലെങ്കിൽ ട്രെൻഡിൻ്റെ അടിമത്വത്തിൽ നിന്ന് ചിലരെങ്കിലും രക്ഷപ്പെടണമെന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്പോൾ നമ്മുടെ ഇടയിൽ പറയും, ഒരാൾക്ക് 5 മിനിറ്റ് അല്ലെങ്കിൽ 7 മിനിറ്റ് കൂടുതൽ കണ്ടുകൊണ്ടിരിക്കാൻ ക്ഷമ കാണില്ല എന്നാര് പറഞ്ഞു? ഇതാര് പറഞ്ഞു? ആരോ പറഞ്ഞ് നമ്മൾ കേട്ടു, നമ്മൾ തത്ത പോലെ ആവർത്തിക്കുന്നു. അല്ല, അർത്ഥവത്തായ ചില കാര്യങ്ങൾ, ആഴമുള്ള ആശയങ്ങൾ മനസ്സിലാക്കാൻ ഞാൻ 20 മിനിറ്റ് 30 മിനിറ്റ് മാറ്റിവെക്കും എന്ന് തീരുമാനിച്ചാൽ മറ്റുള്ള ഈ വലിയ കൂട്ടത്തിൽ നിന്നൊരല്പം വ്യത്യാസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകില്ലേ? അതുകൊണ്ട് നമ്മുടെ വ്യക്തിത്വത്തിന് ഗുണമുണ്ടാകുകയില്ലേ? അല്ലാതെ മറ്റുള്ളവരെല്ലാം പറയുന്നത് പോലെ മനുഷ്യൻ്റെ ക്ഷമ കൂടിപ്പോയാൽ 5 മിനിറ്റ് അല്ലെങ്കിൽ 7 മിനിറ്റ്, അതിനപ്പുറം പോകും എന്നാര് പറഞ്ഞു? ഒരു അർത്ഥവുമില്ലാത്ത ക്രിക്കറ്റ് കളി കാണാൻ 5 മണിക്കൂർ 6 മണിക്കൂർ ഇരിക്കാൻ ആൾക്ക് ഒരു പ്രശ്നവുമില്ലല്ലോ. വെറും വളിപ്പം കൊണ്ടുണ്ടാക്കുന്ന സിനിമ കാണാൻ, എൻ്റർടൈൻമെൻറ്റ് കാണുമായിരിക്കും, 3 മണിക്കൂർ ആളുകൾ യാതൊരു പ്രയാസമില്ലാതിരിക്കുന്നല്ലോ. കോമഡി കാണാനിരിക്കുന്നല്ലോ, ചിന്തയുടെ ശകലം പോലും ഇല്ലാതെ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ എല്ലാവരും പറയുന്ന പോലെ നമ്മളും പറയുന്നു, അല്ല നമുക്കതിനെപ്പറ്റി ധാരണയുണ്ടായിട്ടൊന്നുമല്ല. ഞാൻ സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റുഡൻ്റായി ചെന്നപ്പോൾ ഹോസ്റ്റലിലാണ്. അപ്പോൾ ആദ്യ രാത്രിയിൽ ഒരു 5-6 പേർ എൻ്റെ മുറിയിൽ പറഞ്ഞു, നമുക്ക് സെക്കൻഡ് ഷോ കാണാൻ പോകാം. ഞാൻ പറഞ്ഞ എൻ്റെ ആവശ്യം എന്താണ്? അതൊന്ന് രസിക്കാം, ഹാവ് എ ഗുഡ് ടൈം. ഞാൻ പറഞ്ഞു, അതാണ് എനിക്ക് കേരളത്തിൽ കിടന്നാൽ മതിയായിരുന്നു. ഞാൻ 3000 മൈലേജ് ഔട്ട് ഇവിടെ വന്നത് സുഖിക്കാനല്ല പഠിക്കാനാണ് വന്നത്. എനിക്കുള്ള കാര്യങ്ങൾ താല്പര്യമില്ല എന്ന് പറഞ്ഞപ്പോൾ ഒരു വലിയ പ്രശ്നം. അപ്പോൾ എല്ലാവരും ചെയ്യുന്നത് പോലെ ചെയ്യണം, എല്ലാവരും നടക്കുന്നത് പോലെ നടക്കണം എന്ന ഒരു നിർബന്ധം, അതിന് എതിരെ ഒരു നിലപാടെടുക്കുമ്പോഴാണ് നമ്മുടെ വ്യക്തിത്വം ഒന്ന് ഉറക്കത്തിൽ നിന്ന് ഉണരുന്നത് എന്ന് മാത്രം സൂചിപ്പിച്ച് ഞാൻ ഈ വിഷയം വിടുകയാണ്. വിദ്യാഭ്യാസത്തെ പറ്റി പറഞ്ഞു. ഇപ്പോഴത്തെ കമ്മ്യൂണിക്കേഷൻ മീഡിയ, നമുക്കറിയാം, സെൽഫോൺ, ഏത് സെൽഫോൺ വാങ്ങിക്കണമെന്ന് പോലും നാം തീരുമാനിക്കുന്നത് അപ്പുറത്തെ ആളുടെ കയ്യിൽ എന്ത് ഫോൺ ഇരിക്കുന്നു, അല്ല ഇപ്പുറത്തെ ആൾ ലേറ്റസ്റ്റ് ഏത് മോഡൽ വാങ്ങിച്ചു എന്നൊക്കെ വെച്ചിട്ടാണ്. അപ്പോൾ ഇത് കൺഫോർമിറ്റി പോട്ടെ, ഞാൻ അത്യാവശ്യമായിട്ട് പറയുന്നത്. മൂന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളത് ടെക്നോളജി. ആദ്യം എഡ്യൂക്കേഷൻ, രണ്ടാമത് കമ്മ്യൂണിക്കേഷൻ, മൂന്നാമത് ടെക്നോളജി, സാങ്കേതികമായ കാര്യങ്ങൾ, ടെക്നോളജി. നാം മനസ്സിലാക്കേണ്ട ഒരു വലിയ കാര്യം, ടെക്നോളജി നാം വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മെ സ്വാധീനിക്കുന്നുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, കാളവണ്ടിയിൽ ഞാൻ സഞ്ചരിച്ചിട്ടുണ്ട്. കാളവണ്ടിയിൽ കയറി ഒരു സ്ഥലത്ത് നിന്ന് മറ്റു സ്ഥലത്തേക്ക് പോകുന്നു. അതിനുശേഷം ബസ്സിൽ കയറി അതേ ദൂരം സഞ്ചരിക്കുന്നു. സ്വന്തം കാർ ഓടിച്ച് പോകുന്നു. അതിൽ തന്നെ വില കുറഞ്ഞ കാറിൽ സഞ്ചരിക്കുന്നു. പിന്നെ ഒരു BMW അല്ലെങ്കിൽ ഒരു പോർഷെ അല്ലെങ്കിൽ മെഴ്സീഡീസ് കാറിൽ സഞ്ചരിക്കുന്നു. ഈ സഞ്ചരിക്കുന്ന ദൂരം ഒന്നാണ്, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്ത് ചെയ്യുന്നത്. പക്ഷേ ഈ വണ്ടിയിൽ കയറി ഇരിക്കുമ്പോൾ അത് നമ്മുടെ സ്വഭാവത്തെയും നമ്മുടെ ഗമയൊക്കെ അങ്ങ് മാറ്റുകയാണ്. അതുപോലെ തന്നെ ട്രെയിനിൽ കയറി ഇവിടുന്ന് ഡൽഹിയിൽ പോകാം, എനിക്ക് ഇവിടുന്ന് പ്ലെയിനിൽ കയറി പോകാം. പ്ലെയിനിൽ കയറി അവിടെ ഇറങ്ങുമ്പോൾ ഒരു ഗമയാണ്.
അത് കാര്യം എന്താണ്? ടെക്നോളജിയാണ്. നാം ഉപയോഗിക്കുന്ന ടെക്നോളജി നമ്മെ നന്നേ ബാധിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ പൊതുവായി എല്ലാവരും ഇതേ ഒരു ടെക്നോളജിക്കൽ കൾച്ചറിലാകുമ്പോൾ നാം അറിയാത്ത വിധത്തിൽ ഇത് നമ്മെ ബാധിക്കുന്നുണ്ട്. പലപ്പോഴും നാം വിചാരിക്കും നാം ടെക്നോളജി ഉപയോഗിക്കുകയാണെന്ന്. പക്ഷേ സത്യം എന്താണെന്ന് ചോദിച്ചാൽ ടെക്നോളജി നമ്മെ ഉപയോഗിക്കുകയാണ്. നാം ടെക്നോളജിയുടെ അടിമകളാണ്. ഇതാണ് എൻ്റെ യാഥാർത്ഥ്യം. അപ്പോൾ ടെക്നോളജിയുടെ അടിമകളെല്ലാം ഒരേ വിധത്തിലായിരിക്കും ചിന്തിക്കുന്നത്. അവർക്ക് വേറിട്ട് ചിന്തിക്കുവാൻ ഒരു കഴിവും ഉണ്ടാകില്ല. അവർക്ക് വ്യക്തിത്വം എന്ന് പറയുന്ന കാര്യമേ ഉണ്ടാകത്തില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി നമുക്ക് ശ്രദ്ധിക്കാൻ ആവശ്യമുണ്ട്. എനിക്കെല്ലാവരോടും കൈകൂപ്പി അപേക്ഷിക്കാനുള്ളത്, ദയവായി ഈ ലോകത്തിൽ നമ്മുടെ ഏറ്റവും വലിയ നിധി നമ്മുടെ വ്യക്തിത്വമാണ്. വ്യക്തിത്വം എന്ന് പറഞ്ഞാൽ വേറിട്ട വ്യക്തിത്വങ്ങൾ, യുണീക്ക് പേഴ്സണാലിറ്റീസ്. നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ പ്രത്യേകതകൾ നശിച്ചു പോയാൽ നാം ഒരു പിണ്ണാക്കായി പോകും. അങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ മതത്തിൻ്റെ മേഖലയിൽ വരുന്ന നമുക്കറിയാം, ഒരു സഭയിൽ പോകുന്നവൻ, ഇപ്പോൾ മർത്തമക്കാരൻ ഒരേ അച്ചിൽ നിന്ന് ഇറങ്ങി വരുന്നവനാണ്. പെന്തക്കോസ്തുകാരൻ വേറൊരു അച്ചിൽ നിന്ന്, കത്തോലിക്കക്കാരൻ വേറൊരു അച്ചിൽ നിന്ന് വരുന്നു. പിന്നെ ഓരോരോ മതങ്ങൾ നമുക്കറിയാം. ഇതെല്ലാം ഹോമോജനൈസേഷൻ്റെ പ്രോസസ്സാണ്. അതുകൊണ്ട് മതത്തിൽ കൂടുതൽ കയറി തലയിടുന്ന ആളുകൾക്ക് വ്യക്തിത്വം നശിച്ചു പോകും, യാതൊരു സംശയമില്ല. അതേസമയം തന്നെ മതം സ്ഥാപിച്ച ഓരോ വ്യക്തികളെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവരുടെ വ്യക്തിത്വം അത്ഭുതകരമായ വ്യക്തിത്വമാണ്. കാരണം അവർ മതം സ്ഥാപിച്ചത് അന്ന് നിലവിലുന്ന വ്യവസ്ഥയിൽ നിന്ന് തുലവും വ്യതിചലിച്ചിട്ടാണ്. ദേ വർ റെബൽസ് എഗെയിൻസ്റ്റ് ദി എക്സിസ്റ്റിംഗ് സിസ്റ്റംസ്. അവർ അവരുടെ വ്യക്തിത്വത്തിൻ്റെ പ്രത്യേകതയെ ഏറ്റവും മൂർച്ചയോടുകൂടെ പ്രയോഗിച്ചത് കൊണ്ടാണ് സ്ഥായിയായ ആത്മീയ സംഭാവനകൾ മനുഷ്യരാശിക്ക് കൊടുക്കുവാൻ അവർക്ക് കഴിഞ്ഞത്. എന്നാൽ അവരുടെ പേരിൽ സൃഷ്ടിച്ചു വെക്കുന്ന മതം മനുഷ്യരെ വെറും ഈ ഒരേ അച്ചിൽ വാർത്തെടുക്കുന്ന ഹ്യൂമൻ ഡ്രോൺസ് ആക്കി അധപ്പതിപ്പിക്കുന്നു. അപ്പോൾ ഇതെല്ലാം കൂടെ സ്ഥിതി ചെയ്യുന്നൊരു സാഹചര്യത്തിലാണ് രാഹുൽ ഗാന്ധിക്ക് എന്തിനാണ് മറ്റുള്ളവരെ പോലെ പ്രവർത്തിക്കുന്നതിന് പകരം സ്വന്തമായി തനിക്ക് ഏതാണ്ട് വലിയ പ്രത്യേകതയുണ്ട് എന്ന് ജനം അറിയത്തക്കവണ്ണം അത് കണ്ടിട്ട് ജനം ആകർഷിക്കപ്പെടേണ്ടതിന് ഇങ്ങനെ പ്രവർത്തിക്കുന്നത് എന്തിനാണ്? വയനാട്ടിൽ പോയി ഈ വലിയ കണ്ണുനീരൊപ്പണ്ട് വല്ല കാര്യമുണ്ടോ? ഞങ്ങളെപ്പോലെ സുഖമായിട്ട് മാറി നിന്നാൽ പോരെ, പിന്നെ മൈക്കെടുത്തൊരു കീച്ച് കഴിച്ചാൽ പോരെ. അപ്പോൾ താൻ എന്തിനാണ് ഇങ്ങനെ ഓടുന്നത്? ഇങ്ങനെ ചിന്തിക്കുന്നതിനിടയിൽ അതിനൊരു മർമ്മമുണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. ഇത് ആകസ്മികമായി പറയുന്ന കാര്യങ്ങളല്ല. രാഹുൽ ഗാന്ധി വയനാട്ടിൽ ചെന്ന് അവിടെ വേദനയിലിരിക്കുന്ന ആളുകളുടെ കണ്ണീരൊപ്പുന്നത് കാണുമ്പോൾ കലിതുള്ളുന്ന ഗോദി മീഡിയ അവർ നോക്കുമ്പോൾ അവർ പറയുന്നത് വളരെ വളരെ പ്രസക്തമാണ്. ഇങ്ങനെ ചെയ്യുന്നവൻ ഭോഷനാണ്. ഒരിക്കലും ഒരു രാഷ്ട്രീയ നേതാവ് ചെയ്യരുതാത്ത കാര്യമാണ്. ഞാനൊരു അനുഭവം കൂടെ പറഞ്ഞിട്ട് നിർത്താം, ഇത് മനസ്സിലാകുന്നതിന് വേണ്ടി. ഇതെല്ലായിടത്തും പ്രവർത്തിക്കുന്നുവെന്ന് മനസ്സിലാക്കാൻ വേണ്ടി. ഞാൻ 2000 എന്നാണ് എൻ്റെ ഓർമ്മ, ആദ്യമായി മാരാമണ്ണ കൺവെൻഷൻ പ്രസംഗിക്കാൻ വരുന്നു. അന്ന് ഞാൻ ഡൽഹിയിലാണ്. ഡൽഹിയിൽ നിന്ന് ഞാൻ കേരളത്തിൽ വരുന്നു, പ്രസംഗിച്ചു. അപ്പോൾ പ്രസംഗം കഴിഞ്ഞ് അവസാനത്തെ ദിവസം ഞാൻ അവിടെ നിന്ന് തിരിച്ച് ഡൽഹിയിലേക്ക് പോകാൻ പോകുമ്പോൾ, അപ്പോൾ എന്നെ സഹായിക്കാനായിട്ട് അവിടുത്തെ ഒരു ഭാരവാഹി ഉണ്ട്. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, അച്ചോ, മാരാമണ്ണൊക്കെ വന്ന് പ്രസംഗിച്ച ശേഷം ഇനി കൊച്ചു കൺവെൻഷനിൽ പോയി പ്രസംഗിക്കരുത്, അത് ഞങ്ങൾക്കൊരു നാണക്കേട് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അത് കേട്ടപ്പോൾ എൻ്റെ മനസ്സ് തിളച്ചു. ഞാൻ അന്ന് തീരുമാനിച്ചു, വലിയ കൺവെൻഷനിൽ പ്രസംഗിക്കുന്നതിനാൽ കൊച്ചു പള്ളികളിൽ, കൊച്ചു ഗ്രാമപ്രദേശങ്ങളിൽ ഇൻവിറ്റേഷൻ വന്നാൽ അവിടെ പോകത്തുള്ളൂ എന്ന് വിചാരിച്ചു. ഞാൻ അങ്ങനെ തന്നെ ചെയ്തിട്ടുണ്ട്. കാരണം നിലവിലിരിക്കുന്ന ചില സങ്കല്പങ്ങളുണ്ട്, അത് ഒട്ടുമുക്കാലും മനുഷ്യൻ്റെ അല്പത്തരം കൊണ്ടുള്ളതാണ്, മനുഷ്യൻ്റെ പുങ്കത്തരം കൊണ്ടുള്ളതാണ്. അതിനടിമയായിട്ട് ജീവിക്കാനല്ല ഞാൻ വന്നത്. ഞാനത് കേട്ടോ, അയ്യോ ശരി തന്നെ, അയ്യോ ഇത് പറഞ്ഞത് നന്നായി, അല്ല ഞാൻ മണ്ടത്തരം കാണിച്ചത് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാനൊരു തറ പാർട്ടിയാകും. മനസ്സിലാക്കണം, എൻ്റെ വ്യക്തിത്വത്തോട് നീതി പാലിക്കാൻ എനിക്ക് കഴിയണം, അതെൻ്റെ കടമയാണ്. അത് കഴിഞ്ഞുള്ള ആത്മീയത മതി എനിക്ക്. പക്ഷേ നിങ്ങൾ മതത്തിൽ താല്പര്യം കാണിക്കുന്ന ആരെയും, ഏത് മതത്തിലും ശ്രദ്ധിച്ച് നോക്കൂ, എത്രമാത്രം നിങ്ങൾ കൂടുതൽ മതത്തിൻ്റെ
തീഷ്ണതയിലായി പോകുന്നുവോ അത്രമാത്രം നിങ്ങളുടെ വ്യക്തിത്വത്തിന് കോട്ടം സംഭവിച്ചിരിക്കും. നിങ്ങൾ വെറും ഡ്രോണുകളായി അധപ്പതിക്കും. സ്വന്തം വ്യക്തിത്വം 100% നശിപ്പിച്ചിട്ട് മാത്രമേ ഇതിന് കീഴെ തല വെച്ച് കൊടുക്കാനൊക്കത്തുള്ളൂ എന്ന ഒരു യാഥാർത്ഥ്യം ദയവായി തിരിച്ചറിയുക. അതുകൊണ്ട് രാഹുൽ ഗാന്ധി സഹാനുഭൂതി കാണിക്കുന്നത് കാണുമ്പോൾ കരുതുള്ളുന്ന ഗോദി മീഡിയ അവരെ പഴി ചാരിയിട്ട് കാര്യമില്ല. അവർ അവരുടെ കാഴ്ചപ്പാട് ഇന്നത്തെ സംസ്കാരത്തിൻ്റെ വെളിച്ചത്തിൽ സ്വരൂപിച്ചെടുത്ത കാഴ്ചപ്പാടനുസരിച്ച് അവർ വിളിച്ചു പറയുന്നു, ജൽപ്പിക്കുന്നു. തങ്ങൾ പറയുന്നത് ഏതെങ്കിലും വിധത്തിൽ തെറ്റാണെന്നോ അത് മറ്റുള്ളവർ കേട്ടാൽ പുച്ഛിക്കുമെന്നോ അവർക്ക് യാതൊരു വിധത്തിലും ബോധമുണ്ടാകുവാൻ യാതൊരു സാധ്യതയുമില്ല. അവരത് പറഞ്ഞിട്ട് സ്വയം കൺഗ്രാജുലേറ്റ് ചെയ്ത് കാണും. ഞാനത് അവതരിപ്പിച്ചു, നല്ല മുറിച്ച് എന്നാ പറയുന്നത് വാള് കൊണ്ട് വെട്ടുന്നത് പോലെ ഞാൻ അവതരിപ്പിച്ചു. എന്നിട്ട് അവതരിപ്പിച്ച പെൺകുട്ടി തിരിച്ച് മറ്റ് കൂടെ ജോലി ചെയ്യുന്ന ആളുകൾ അവരൊക്കെ പറയും, ഓ നീ തകർത്തു, നിന്നെക്കൊണ്ട് ഇത് പറ്റും, ഞങ്ങൾക്ക് കഴിവുണ്ടായിരുന്നെങ്കിൽ എന്നേ പറയത്തുള്ളൂ. അവൾക്ക് അടുത്ത മാസം ശമ്പള വർധനവ് ലഭിച്ചെന്നിരിക്കും. പോകുന്നിടത്തെല്ലാം കൈയടി കിട്ടും. അതാണ് ഇന്നത്തെ സാഹചര്യം. ഈ ഒരു സാഹചര്യത്തിൽ എനിക്കെല്ലാവരോടും പറയാനുള്ളത്, മറ്റുള്ളവർ കയറി ചവിട്ടുന്ന ചവിട്ടുകൊറ്റകളാകരുത്. സ്വന്തം വ്യക്തിത്വത്തിൻ്റെ അഖണ്ഡത കാത്തു സൂക്ഷിപ്പാൻ ജീവൻ കൊടുക്കേണ്ടി വന്നാലും ശ്രമിക്കണം എന്നതാണ് എൻ്റെ നിലപാട്. അതിൽ ഞാൻ വളരെയധികം അനുഗ്രഹം അനുഭവിച്ചിട്ടുണ്ട്. അത് മാത്രമാണ് ആരോഗ്യമുള്ള നിലപാട് എന്ന അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ സാക്ഷീകരിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. ശ്രദ്ധയോടെ കേട്ട ഏവർക്കും എൻ്റെ നമസ്കാരം. നന്ദി.